രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സ്ത്രീകൾ ഇത്തരത്തിൽ അതിനീചമായി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെയും നിഷ്ഠൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ഉപദ്രവിച്ചതിൻ്റെയും ചില തെളിവുകളും ഡോക്യുമെൻ്റുകളും ജാപ്പാനിലെ ചൈനീസ് പ്രൊഫസർമാർ കണ്ടെത്തുകയും 2007 ഏപ്രിൽ 17 അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, 2007 മെയ് 12 ഇത്തരത്തിലുള്ള കൂട്ടബലാത്സംഗങ്ങളുടെയും കൊടിയ ലൈംഗിക പീഡനങ്ങളുടെയും 30ഓളം പ്രധാനപ്പെട്ട രേഖകൾ ഡച്ച് ഗവൺമെൻറ് ജാപ്പാനിലെ ടോക്കിയോ ട്രൈബ്യൂണലിൻ്റെ മുൻപിൽ തെളിവായി അവതരിപ്പിച്ചു. 2014 ചൈനയും ഇത്തരത്തിലുള്ള കൊടിയ ലൈംഗിക പീഡനങ്ങളുടെ 90 ഡോക്യുമെൻ്റുകൾ ടോക്കിയോ കോടതിയുടെ മുൻപിൽ പ്രൊഡ്യൂസ് ചെയ്തു. ചൈനയിലെ ഷാങ്ഹായ് നോർമൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ചരിത്രകാരനുമായ സു ഷിലിയാങ് ഇപ്പോൾ ചൈനയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള മഞ്ചൂരിയയിലെ ജിലിൻ ആർക്കൈവ്സ് ഇൻ ചൈനയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജാപ്പാനീസ് ആർമിയുടെ രേഖകൾ പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രകാരം ഇത്തരത്തിലുള്ള അതിനീച കൂട്ടബലാത്സംഗങ്ങളുടെയും ഗ്യാങ് റേപ്പുകളുടെയും കേന്ദ്രങ്ങളായ കംഫർട്ട് സ്റ്റേഷനുകൾ ആരംഭിക്കുകയും നിയന്ത്രിക്കുകയും അതിൻ്റെ നിഷ്ഠൂര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിരുന്നത് ജാപ്പാൻ മിലിട്ടറി അതോറിറ്റികൾ തന്നെയാണ് എന്നതാണ്. പ്രൊഫസർ സു ഷിലിയാങ്ങിൻ്റെ കണ്ടെത്തൽ പ്രകാരം ഇത്തരം കംഫർട്ട് സ്റ്റേഷനുകളിൽ 1938 മുതൽ 1945 വരെയുള്ള കാലയളവിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് 3,60,000-നും 4,10,000-നും ഇടയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ കംഫർട്ട് വുമണാക്കപ്പെടുകയും ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 2,00,000-ലധികം പെൺകുട്ടികളും സ്ത്രീകളും ചൈനയിൽ നിന്നുള്ളവരായിരുന്നു. ലോകപ്രശസ്ത ടെലിവിഷൻ ന്യൂസ് കമ്പനിയായ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കണ്ടെത്തൽ പ്രകാരം കംഫർട്ട് സ്ത്രീകളാക്കപ്പെടുകയും നിരന്തരമായി ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2,00,000-നും 3,00,000-നും ഇടയിലാണ്. മാത്രമല്ല, ചരിത്രകാരന്മാരുടെ സംഘടനയായ ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റിൻ്റെ കണ്ടെത്തൽ പ്രകാരം ഇത്തരത്തിൽ ലൈംഗിക അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം എന്നുള്ളത് 2,00,000-ലും കൂടുതലാണ്. ചരിത്ര ഗവേഷകനും ചാവോ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ യോഷിക്കോ നൊസാക്കി കണ്ടെത്തിയത് ഏകദേശം 2,000 കംഫർട്ട് സ്റ്റേഷനുകളുടെയും അവിടെയുണ്ടായിരുന്ന 2,00,000-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ലൈംഗിക അടിമത്തത്തിൻ്റെയും നരകയാതനയുടെയും കഥയാണ്. അവർ കൊറിയൻ, ഫിലിപ്പൈനീസ്, തായ്വാനീസ്, ഇന്തോനേഷ്യൻ, ബർമൻ, ഡച്ച്, ഓസ്ട്രേലിയൻ സ്ത്രീകളായിരുന്നു. അതിൽ ഭൂരിഭാഗവും ടീനേജ് പ്രായത്തിലുള്ളവരും. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജാപ്പാൻ ഇംപീരിയൽ ആർമി ഫിലിപ്പൈനിൽ അധിനിവേശം നടത്തിയ സമയത്ത് 10,000-കണക്കിന് ഫിലിപ്പിനോ സ്ത്രീകളെ ഇത്തരത്തിൽ ലൈംഗിക അടിമകളാക്കി. അതിൽ ബഹുഭൂരിപക്ഷത്തിനും 12-13 വയസ്സു മാത്രമായിരുന്നു പ്രായം. പലരും ഓർക്കുന്നത് പ്രകാരം ഫിലിപ്പൈൻസിലുടനീളം ജാപ്പാനീസ് ഇംപീരിയൽ ആർമിയുടെ ഇത്തരത്തിലുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ വ്യാപിച്ചു കിടന്നു. കീഴടക്കിയ പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകളും ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമെല്ലാം കംഫർട്ട് സ്റ്റേഷനുകളായി മാറ്റപ്പെട്ടു. ഒരു പാപ്പുവ ന്യൂഗിനിയൻ ആക്ടിവിസ്റ്റിൻ്റെ കണ്ടെത്തലുകളും കണക്കെടുക്കലും പ്രകാരം 16,161 പാപ്പുവ ന്യൂഗിനിയൻ പെൺകുട്ടികളും സ്ത്രീകളും ഇത്തരത്തിൽ അതിക്രൂരമായ ലൈംഗിക അടിമത്തത്തിനും നിഷ്ഠൂരമായ പീഡനത്തിനും വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. തായ്വാനിൽ ജാപ്പാനീസ് സൈന്യം ലൈംഗിക അടിമകളാക്കിയവരിൽ പകുതിയിലധികവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു എന്ന് ചരിത്രകാരനായ യോഷിക്കി യോഷിമി കണ്ടെത്തിയിട്ടുണ്ട്. 1993 UMNO എന്ന സംഘടനയുടെ യൂത്ത് ഇൻ്റർനാഷണൽ ബ്യൂറോ സെക്രട്ടറിയായിരുന്ന മുസ്തഫ യാക്കൂബ് ഇത്തരത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് അവർ നേരിട്ട കൊടിയ പീഡനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നടത്താൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാതിരുന്ന പി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു സ്ത്രീ ഇപ്രകാരം പറയുന്നു: "I worked like an animal. They did it to me just as they liked. I had to obey their order until I surrender." ഞാൻ മൃഗത്തെപ്പോലെ ജോലി ചെയ്തു. അവർ എന്നോട് അവർക്ക് തോന്നിയതെല്ലാം ചെയ്തു. കീഴടങ്ങുന്നതുവരെ അവരുടെ ഉത്തരവുകൾ അനുസരിക്കേണ്ടിയും വന്നു. ആ സ്ത്രീയുടെ മകൾ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: "അമ്മയ്ക്ക് പേടി സ്വപ്നങ്ങളും ഉറക്കത്തിൽ കരച്ചിലും ഉണ്ടായിരുന്നു. അത്തരം സ്വപ്നങ്ങൾക്ക് ശേഷം അവർ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുമായിരുന്നു. താൻ ചെയ്ത പാപങ്ങൾക്ക് അവർ ദൈവത്തോട് ക്ഷമയാചിച്ചു." ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലെയും ചരിത്രകാരന്മാരും ഗവേഷകരും അവരുടേതായ രീതിയിൽ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തി.
ജാപ്പാൻ ഇംപീരിയൽ ആർമി ലോകമെമ്പാടും ചെയ്തുകൂട്ടിയ എണ്ണിയാലൊടുങ്ങാത്ത കൊടിയ ലൈംഗിക പീഡനങ്ങളുടെയും നിഷ്ഠൂരമായ ഗാങ് റേപ്പുകളുടെയും കഥകൾ ലോകമെമ്പാടുമുള്ള നിരവധികളായിട്ടുള്ള ചരിത്ര ഗവേഷകർ പൊതുസമൂഹത്തിൻ്റെ മുൻപിലും ടോക്കിയോ ട്രൈബ്യൂണലിൻ്റെ മുൻപിലും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പാൻ ഇംപീരിയൽ ആർമി ചെയ്തു കൂട്ടിയത് ഇത്തരം കൊടിയ ലൈംഗിക പീഡനങ്ങളും ഗ്യാങ് റേപ്പുകളും മാത്രമായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പാൻ ഇംപീരിയൽ ആർമി ലോകമെമ്പാടും കൊന്നൊടുക്കിയ മനുഷ്യരുടെ എണ്ണം 2 കോടിയിലും കൂടുതലാണ്. നാൻജിങ് മാസക്കർ, നാൻജിങ് റേപ്പ്, 3 ഓൾ പോളിസി, ഹ്യൂമൻ ബയോ വെപ്പൺ എന്നിവ ജാപ്പാൻ ഇംപീരിയൽ ആർമി അവരുടെ അധിനിവേശ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികൃഷ്ടമായ ക്രൂരതകളുടെ തുടർച്ചകളാണ്. അതിൻ്റെ കഥകൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ